നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. കൊല്ലം ഡീസൽ ജംഗ്ഷൻ സർവീസ് സഹകരണ ബാങ്കിൽ ക്രമക്കേടെന്ന് പരാതി. ജീവനക്കാർ പ്രസിഡന്റിനെയും ആരോപണ വിധേയരായ ഭരണസമിതി അംഗങ്ങളെയും ഉപരോധിച്ചു. ബാങ്ക് മിനിറ്റ്സിൽ ക്രമക്കേട് നടത്തിയതായും ആക്ഷേപം. വിദ്യാഭ്യാസ ഓഫീസറില്ല. കൊല്ലത്ത് RYF പ്രവർത്തകർ DE ഓഫീസ് ഉപരോധിച്ചു. ഒഴിഞ്ഞുകിടന്ന DEOയുടെ കസേരയിൽ റീത്ത് വെച്ചും പ്രതിഷേധം. വർഷങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമാകുന്നു. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ഹൃദ്രോഗ ചികിത്സയ്ക്ക് വഴി തുറക്കുന്നു. ആശുപത്രിയിൽ കാത്ത് ലാബ് സ്ഥാപിക്കാൻ 7 കോടി രൂപ അനുവദിച്ചു. എത്രയും വേഗം തുടർ നടപടി ആരംഭിക്കുമെന്ന് MLA. പുനലൂർ ശ്രീരാമവർമ്മപുരം മാർക്കറ്റിലെ ആധുനിക അറവുശാല. ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം. 18 മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാകുമെന്ന് ഇൻഫാക്ട് കേരള. അടങ്കൽ തുക 14 കോടി. വിശദമായ വാർത്തകളിലേക്ക്. കൊല്ലം ഡീസൽ ജംഗ്ഷൻ സർവീസ് സഹകരണ ബാങ്കിൽ വ്യാപക ക്രമക്കേടെന്ന് പരാതി. ജീവനക്കാർ പ്രസിഡന്റിനെയും ആരോപണ വിധേയരായ ഭരണസമിതി അംഗങ്ങളെയും ഉപരോധിച്ചു. ബാങ്ക് മിനിറ്റ്സിൽ ക്രമക്കേട് നടത്തിയതായും ആക്ഷേപമുണ്ട്. കോൺഗ്രസ് ഭരിക്കുന്ന കൊട്ടിയം ഡീസന്റ് ജംഗ്ഷൻ സർവീസ് സഹകരണ ബാങ്കിൽ വ്യാപക ക്രമക്കേടെന്നാണ് പരാതി ഉയർന്നത്. ഇത് പുറത്തറിയാതിരിക്കാൻ സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്യാൻ ഭരണസമിതി ഉത്തരവിറക്കി. പ്രസിഡന്റിന്റെയും 5 ഭരണസമിതി അംഗങ്ങളുടെയും നേതൃത്വത്തിലായിരുന്നു സംഭവം. ബാങ്കിന്റെ മിനിറ്റ്സിൽ ക്രമക്കേട് നടത്തിയാണ് തീരുമാനം എഴുതി ചേർത്തതെന്ന് ആരോപിച്ച് ജീവനക്കാർ പ്രസിഡന്റിനെയും ആരോപണ വിധേയരായ ഭരണസമിതി അംഗങ്ങളെയും ഉപരോധിച്ചു. ബാങ്കിൽ സൂക്ഷിക്കേണ്ട മിനിറ്റ്സ് ബുക്ക് പ്രസിഡന്റ് വീട്ടിൽ കൊണ്ടുപോവുകയാണ് പതിവെന്നും 29-ന് നടത്തിയ യോഗ തീരുമാനം എന്ന നിലയിൽ സസ്പെൻഷൻ ഉത്തരവ് നടപ്പാക്കുകയായിരുന്നു എന്നുമാണ് ജീവനക്കാർ പറയുന്നത്. ബാങ്കിനൊരു അസറ്റ് ഉണ്ടാക്കി കൊടുക്കുന്ന ബാങ്കിന് വേണ്ടി ജോലി ചെയ്യുന്ന ജീവനക്കാരെ ദ്രോഹിക്കുന്ന യാതൊരു നടപടിക്കും ഞങ്ങൾ ജീവനക്കാർ കൂട്ടു നിൽക്കത്തില്ല. അതിന് അന്യായമായ സസ്പെൻഷൻ പിൻവലിക്കുക, അത്രേ ഉള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ 11 പേരെ ഈ പ്രതിഷേധിക്കുന്ന 11 പേരെ സസ്പെൻഡ് ചെയ്യട്ടെ. ഞങ്ങൾ ഇത്രയും ദൂരം വീട്ടിൽ പോകാനുള്ളത്, ഞങ്ങൾ ഇവിടെ തന്നെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ, ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും കസ്റ്റമേഴ്സ് ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഞങ്ങൾ മോശക്കാരാണെങ്കിൽ വരുമോ? ഞങ്ങൾ അഴിമതി നടത്തുന്നവരാണെങ്കിൽ ഇത്രയും പേര് ഞങ്ങളോട് സ്നേഹത്തോടെ പെരുമാറുമോ? ഞങ്ങൾക്ക് ചായ കൊണ്ട് തരാനും ഇവിടെ ഇരിക്കുന്ന വെള്ളം കൊണ്ട് തരാനും ഒക്കെ ഇവിടെ ഉള്ള പരിസരത്തുള്ള സഹകാരികളാണ് വന്നേക്കുന്നത്. ജീവനക്കാർക്ക് പിന്തുണ അറിയിച്ച് CPM-ഉം KCE-യും സമരം ആരംഭിച്ചതോടെ ഭരണസമിതി തീരുമാനങ്ങൾ പിൻവലിച്ച് ക്രമക്കേട് നടത്തിയ മിനിറ്റ്സ് ബാങ്ക് സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ ലോക്കറിൽ വെച്ച് പൂട്ടി. കഴിഞ്ഞ മാസം ബാങ്കിലെ ചില ഭരണസമിതി അംഗങ്ങളുടെ നേതൃത്വത്തിൽ നിലവിലുണ്ടായിരുന്ന പ്രസിഡന്റിനെ അവിശ്വാസത്തിലൂടെ പുറത്താക്കി പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തിരുന്നു. ഇതോടെയാണ് അഴിമതി വർദ്ധിച്ചതെന്നാണ് ആരോപണം ഉയർന്നിട്ടുള്ളത്. പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാനല്ലേ മേഡത്തിന് ഞങ്ങൾ 5 മണി മുതലേ വിളിക്കുന്നത്. എന്തുകൊണ്ട് മേഡം ഒന്നും ചെയ്യുന്നില്ല? ഞങ്ങൾ പിന്നെ വേറെ ആരോടാ പറയേണ്ടത്? കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ പറയാം, അവർക്ക് ഇതിനകത്ത് തീരുമാനം എടുക്കാൻ പറ്റത്തില്ല. ന്യൂസ് ബ്യൂറോ, കൊല്ലം. വിശദീകരണ ക്യാമ്പയിനും നോട്ടീസ് വിതരണവും നടത്തി. സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്ത പ്രക്ഷോഭ പരിപാടികളുടെ ഭാഗമായാണ് അഞ്ചൽ ട്രഷറിക്ക് മുന്നിൽ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്ത പ്രക്ഷോഭ പരിപാടികളുടെ ഭാഗമായാണ് അഞ്ചൽ ട്രഷറിക്ക് മുന്നിൽ വിശദീകരണ ക്യാമ്പയിനും നോട്ടീസ് വിതരണവും സംഘടിപ്പിച്ചത്. സംസ്ഥാന പ്രസിഡന്റ് സുകേശൻ ചൂലിക്കാട് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ജോസ് ഇന്നസെന്റ്, സംസ്ഥാന കമ്മിറ്റി അംഗം സുഷ, CR രാമചന്ദ്രൻ തമ്പി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് യദു കൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗത്വം രാജിവെക്കണമെന്ന് യൂത്ത് ഫ്രണ്ട് B നേതാക്കൾ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം KSU നേതാവ് ആഷിഖ് ബൈജു ഹണി ട്രാപ്പ് കേസിൽ നൽകിയ പരാതിയിൽ ഇരവിപുരം പോലീസ് കേസെടുത്ത പശ്ചാത്തലത്തിലാണ് രാജി ആവശ്യപ്പെട്ടത്.
ഇതിനു മുൻപും നിരവധി ക്രിമിനൽ കേസ് പ്രതിയാണ് യദു കൃഷ്ണനെന്നും യൂത്ത് ഫ്രണ്ട് ബി ആരോപിച്ചു. KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് യദു കൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗത്വം രാജിവെക്കണമെന്ന് യൂത്ത് ഫ്രണ്ട് ബി ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം ഹണി ട്രാപ്പ് കേസിൽ KSU നേതാവ് ആഷിഖ് ബൈജു നൽകിയ പരാതിയിൽ ഇരവിപുരം പോലീസ് കേസെടുത്ത പശ്ചാത്തലത്തിലാണ് യദുകൃഷ്ണൻ രാജിവെക്കണമെന്ന ആവശ്യം യൂത്ത് ഫ്രണ്ട് ബി വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ചത്. നേരത്തെയും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് യദുകൃഷ്ണനെന്നും യൂത്ത് ഫ്രണ്ട് ബി കുറ്റപ്പെടുത്തി. ഇതിൽ ഉറവിടം എന്ന് പറയുന്നത് വളരെ നാളുകളായി ആഷിഖുമായി വ്യക്തിവൈരാഗ്യം ഉണ്ടായിരുന്ന ഒരാൾ ക്രിയേറ്റ് ചെയ്ത് ആഷിഖിനെ രാഷ്ട്രീയപരമായി തകർക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയ ഒരു വോയിസ് ആണ് എന്നുള്ളതിനെ പറ്റി പരസ്പരം ഇവർക്ക് മനസ്സിലായി. അതിന്റെ ഉറവിടം എവിടുന്നാണെന്നതിനെ പറ്റി വളരെ വ്യക്തമായി നമുക്ക് എല്ലാവർക്കും ധാരണയുണ്ട്. ആ പെൺകുട്ടിയെ ഞങ്ങൾ തിരിച്ചറിഞ്ഞു. അപ്പോ ഇന്ന് തന്നെ ഇപ്പോ ആഷിഖ് ബൈജു അതിനെ പറ്റി വളരെ വിശദമായി പറയും. അദ്ദേഹം ഇത് പരസ്പരം ഉണ്ടായിരുന്ന കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണെന്നും ഈ വിഷയത്തിൽ ഈ പെടുന്ന ആർക്കും ഇതിനകത്ത് യാതൊരുവിധ ദുഷ്ടലാക്കി ഇല്ലായിരുന്നു എന്നുള്ള കാര്യം അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയും കഴിഞ്ഞ ദിവസം തന്നെ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട ആ വിഷയം പറയുകയും ഇപ്പോ ഇന്നോ നാളെയോ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ വിളിക്കുകയാണ്. അദ്ദേഹം ആ കാര്യം വളരെ വ്യക്തമായി പറയുകയും ഇതിന് തയ്യാറായി മുമ്പോട്ട് വന്ന പെൺകുട്ടിയുടെ ഇത് തയ്യാറാക്കപ്പെട്ട ആളുടെ പേര് ഇന്ന് തന്നെ പോലീസിൽ പരാതി നൽകി ഞങ്ങൾക്കെതിരെയുള്ള FIR സ്ക്വാഷ് ചെയ്യുന്നതിന് വേണ്ടി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളുമായി മുമ്പോട്ട് പോവുകയാണ്. ഇടുക്കി ജില്ലയിലെ തങ്കമണി പോലീസ് സ്റ്റേഷനിൽ വീട് കയറി ആക്രമണം നടത്തിയ കേസിലും പ്രതിയാണ്. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ വ്യാജ ID കാർഡ് ഉണ്ടാക്കിയതുമായി ബന്ധപ്പെട്ട ഇദ്ദേഹം പ്രതിയാണെന്നും നേതാക്കൾ പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗത്വത്തിൽ തുടരാൻ ഇദ്ദേഹത്തിന് യാതൊരു അർഹതയുമില്ലെന്ന് യൂത്ത് ഫ്രണ്ട് ബി നേതാക്കൾ ആരോപിച്ചു. വാർത്താ സമ്മേളനത്തിൽ യൂത്ത് ഫ്രണ്ട് ബി ജില്ലാ പ്രസിഡന്റ് രാജേഷ് കുമാർ, ജനറൽ സെക്രട്ടറി പ്രിൻസ്, ജില്ലാ കമ്മിറ്റി അംഗം ഫിറോസ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ഹൃദ്രോഗ ചികിത്സയ്ക്ക് വഴി തുറക്കുന്നു. ആശുപത്രിയിൽ കാത്ത് ലാബ് സ്ഥാപിക്കാൻ 7 കോടി രൂപ സർക്കാർ അനുവദിച്ചു. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന നവകേരള സദസ്സിൽ PS സുപാൽ MLA സമർപ്പിച്ച നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. തുക അനുവദിച്ച സാഹചര്യത്തിൽ എത്രയും വേഗം തുടർ നടപടി ആരംഭിക്കുമെന്ന് MLA അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന നവകേരള സദസ്സിൽ PS സുപാൽ MLA സമർപ്പിച്ച നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ കാത്ത് ലാബ് സ്ഥാപിക്കാൻ 7 കോടി രൂപ സർക്കാർ അനുവദിച്ചത്. തുക അനുവദിച്ച സാഹചര്യത്തിൽ തുടർ നടപടികൾ ഉടൻ ആരംഭിക്കുമെന്ന് MLA അറിയിച്ചു. തസ്തിക സൃഷ്ടിച്ച് 3 വർഷം പിന്നിട്ടിട്ടും പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ഹൃദ്രോഗ വിഭാഗം പ്രവർത്തനം ആരംഭിച്ചിരുന്നില്ല. പലതവണ ഹൃദ്രോഗ വിദഗ്ധനെ നിയമിച്ചെങ്കിലും ആരും ചുമതല ഏറ്റതുമില്ല. കാത്ത് ലാബ് സജ്ജമാക്കാത്തതിനാലാണ് ഡോക്ടർമാർ ചുമതലയേൽക്കാൻ തയ്യാറാകാതിരുന്നത്. 2025 മാർച്ചിൽ ജില്ലാ ആശുപത്രിയിലെ കാർഡിയോളജി യോഗ്യതയുള്ള ജനറൽ മെഡിസിൻ വിഭാഗം ഡോക്ടറെ പുനലൂരിലേക്ക് നിയമിച്ചെങ്കിലും ഇദ്ദേഹവും എത്തിയില്ല. ഈ പശ്ചാത്തലത്തിലാണ് കാത്ത് ലാബിന് തുക അനുവദിച്ച് ഉത്തരവിറങ്ങിയത്. സംസ്ഥാനത്തു തന്നെ ഹൃദ്രോഗ വിഭാഗം അനുവദിച്ച ഏക താലൂക്ക് ആശുപത്രിയാണ് പുനലൂരിലേത്. 2022 ഇവിടെ ഹൃദ്രോഗ വിദഗ്ധന്റെ തസ്തിക അനുവദിച്ചത്. എന്നാൽ ഒരിക്കൽ പോലും ഡോക്ടറെ നിയമിക്കാൻ ആരോഗ്യവകുപ്പിന് ആയില്ല. 2 വർഷം മുമ്പ് ആശുപത്രി സന്ദർശിച്ച ആരോഗ്യമന്ത്രി വീണ ജോർജ് വിഷയത്തിൽ നേരിട്ട് ഉറപ്പു നൽകിയിട്ടും ഡോക്ടറെ നിയമിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഹൃദ്രോഗ വിദഗ്ധന്റെ തസ്തിക സൃഷ്ടിച്ചതിനൊപ്പം കാത്ത് ലാബ് കൂടി സജ്ജമാക്കുമെന്ന് മന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. ലാബിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി തുകയും അനുവദിച്ചു. എന്നാൽ കാത്ത് ലാബിനായി ഒരു പ്രവർത്തനവും നടന്നില്ല. 2016 മുതലുള്ള ആവശ്യത്തെ തുടർന്നാണ് ആശുപത്രിയിൽ ഹൃദ്രോഗ വിദഗ്ധന്റെ തസ്തിക അനുവദിച്ച് ഉത്തരവിറങ്ങിയത്. 3 വർഷത്തിനു ശേഷവും തസ്തിക കൊണ്ട് പ്രയോജനമുണ്ടായില്ല. ജില്ലയുടെ കിഴക്കൻ മേഖലകളിൽ നിന്നുള്ള ഹൃദ്രോഗികൾക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയെയോ സ്വകാര്യ ആശുപത്രികളെയോ ആശ്രയിക്കേണ്ട സ്ഥിതിയാണ് നിലവിലുള്ളത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ ശ്രീരാമവർമ്മപുരം മാർക്കറ്റിലെ ആധുനിക അറവുശാലയുടെ ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തികൾക്ക് തുടക്കമായി. 18 മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാകുമെന്ന് നിർമ്മാണ ചുമതല വഹിക്കുന്ന ഇൻഫാക്ട് കേരള അസിസ്റ്റന്റ് എഞ്ചിനീയർ പറഞ്ഞു. 14 കോടിയാണ് അടങ്കൽ തുക. പുനലൂർ ശ്രീരാമവർമ്മ മാർക്കറ്റിലെ ആധുനിക അറവുശാലയുടെ ആദ്യഘട്ട നിർമ്മാണ പ്രവൃത്തികൾക്കാണ് തുടക്കമായത്. ആദ്യഘട്ടമായി തൂണ് നിർമ്മിക്കുന്നതിനും കെട്ടിടം നിർമ്മിക്കുന്നതിനുമുള്ള ഭാഗങ്ങൾ സർവേ ചെയ്ത് അടയാളപ്പെടുത്തിയിരുന്നു. 18 മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാകുമെന്ന് നിർമ്മാണ ചുമതല വഹിക്കുന്ന സർക്കാർ ഏജൻസിയായ ഇൻഫാക്ട് കേരള അസിസ്റ്റന്റ് എഞ്ചിനീയർ പറഞ്ഞു. കോംപ്ലക്സിനോട് ചേർന്ന് നിർമ്മിക്കുന്ന ആധുനിക അറവുശാലയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആദ്യഘട്ടമാണ് ഇപ്പോൾ ഇവിടെ ആരംഭിച്ചത്. ഇന്ന് ഫയലിംഗ് വർക്ക് തുടങ്ങി. 18 മാസ കാലാവധിയാണ് ഈ പ്രോജക്റ്റിന് ഉദ്ദേശിക്കുന്നത്. അതിന്റെ പൂർത്തീകരിക്കുവാനായിട്ട് കർണാടക ബേസ്ഡ് ആയിട്ടുള്ള MR ഫാം എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് കോൺട്രാക്ട് എടുത്തിട്ടുള്ളത്. 10 വർഷത്തെ നിർമ്മാണവും അതിന്റെ പരിപാലനവുമാണ് ഈ കമ്പനിയെ ഏൽപ്പിച്ചിട്ടുള്ളത്. കാലാവസ്ഥ അനുകൂലമായി കഴിഞ്ഞാൽ എത്രയും വേഗം പണികൾ പുരോഗമിക്കും. ഈ നിർദ്ദിഷ്ട 18 മാസത്തിനുള്ളിൽ തന്നെ പദ്ധതി പൂർത്തിയാക്കി
ഇവിടെ ആധുനിക അറവുശാല പ്രവർത്തനം ആരംഭിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. മാലിന്യം സംസ്കരിക്കുന്ന എല്ലാ സൗകര്യങ്ങളോടും കൂടിയാണ് അറവുശാല നിർമ്മിക്കുന്നത്. പ്രതിദിനം 50 മാടുകളെയും 25 ആടുകളെയും കശാപ്പ് ചെയ്യാൻ കഴിയുന്ന വിധം ആധുനിക സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടാകും. 14 കോടിയാണ് അടങ്കൽ തുക. നിർമ്മാണത്തിനായുള്ള പ്രാരംഭ പ്രവൃത്തികൾ ഫെബ്രുവരി 3-ാം വാരം മുതൽ ആരംഭിച്ചിരുന്നു. ബംഗളൂരു ആസ്ഥാനമായ MR ഫാംസ് എന്ന കമ്പനിയാണ് നിർമ്മാണം നടത്തുന്നത്. ഈ സ്ഥലത്ത് പ്രവർത്തിച്ചു വന്നിരുന്ന അറവുശാല 15 വർഷങ്ങൾക്ക് മുമ്പ് പൂട്ടിയിരുന്നു. ഇവിടെ നിന്നുള്ള മലിനജലം സമീപത്തുള്ള കല്ലടയാറിന് മലിനമാക്കുന്നുവെന്ന കണ്ടെത്തലിനെ തുടർന്നായിരുന്നു നടപടി. ആധുനിക സൗകര്യങ്ങളോട് കൂടിയുള്ള പുതിയ അറവുശാല നിർമ്മിക്കുമെന്ന് നഗരസഭ വാഗ്ദാനം ചെയ്തിരുന്നെങ്കിലും 1.5 പതിറ്റാണ്ടിനു ശേഷമാണ് വാഗ്ദാനം യാഥാർത്ഥ്യമാകുന്നത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. അന്തരിച്ച CPI നേതാവ് PK മോഹനന് നാടിന്റെ അന്ത്യാഞ്ജലി. PK മോഹനന്റെ ഭൗതിക ശരീരം CPI പുനലൂർ ഓഫീസിൽ പൊതുദർശനത്തിന് വെച്ചു. ഞായറാഴ്ച പത്തനാപുരം ഗാന്ധിഭവനിലായിരുന്നു അന്ത്യം. പുനലൂർ താലൂക്കുകളിലെ ആദ്യകാല CPI നേതാവായിരുന്നു PK മോഹനൻ. തെന്മലവാലി RP തോട്ടം തൊഴിലാളികളുടെ നേതാവായിരുന്നു. പുനലൂർ ശിവൻകോവിൽ കൊച്ചുതുണ്ടിൽ വടക്കേതിൽ വീട്ടിൽ PK മോഹനൻ ഞായറാഴ്ച രാത്രി 8 മണിയോടെ പത്തനാപുരം ഗാന്ധിഭവനിലായിരുന്നു അന്തരിച്ചത്. വളരെ ചെറുപ്പകാലം മുതൽ അടുത്ത പരിചയമുള്ള ആളാണ്. ഞാൻ AUEF-ൻ്റെ അന്നത്തെ പത്തനാപുരം താലൂക്കിൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിക്കുമ്പോൾ മോഹൻ്റെ ഇവിടുത്തെ AISF-ൻ്റെ AUEF-ൻ്റെ ഒക്കെ നേതാവാണ്. മുനിസിപ്പാലിറ്റി കേന്ദ്രീകരിച്ച് ഉള്ള എല്ലാ പാർട്ടി നേതൃത്വം കൊടുത്തിട്ടുള്ള എല്ലാ സമരപരിപാടികൾക്കും പ്രക്ഷോഭങ്ങൾക്കും മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആളായിരുന്നു സമർപ്പിക്കുക. തുടർന്ന് പിന്നെ പാർട്ടി താലൂക്ക് കമ്മിറ്റി, അന്നത്തെ അവിഭക്ത താലൂക്ക് കമ്മിറ്റി, ഇന്നത്തെ പത്തനാപുരം താലൂക്കും പുനലൂർ താലൂക്കും, ആ കമ്മിറ്റിയിലെ അംഗമായിരുന്നിട്ടുണ്ട് സർ മോഹൻ. അതിനുശേഷം ഞാൻ സെക്രട്ടറി ആയിട്ടുള്ള പുനലൂർ മണ്ഡലം കമ്മിറ്റിയിൽ മോഹൻ അംഗമായിരുന്നിട്ടുണ്ട്. പിന്നീട് തെന്മല മണ്ഡലം കമ്മിറ്റി രൂപീകരിച്ച മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു. ഇതുകൂടാതെ പാർട്ടി നിശ്ചയിച്ചതനുസരിച്ച് തെന്മലവാലി എസ്റ്റേറ്റ് വർക്കേഴ്സ് യൂണിയൻ്റെ പ്രവർത്തകനായി അവിടെ പോയി നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. റിഹാബിലിറ്റേഷൻ പ്ലാന്റേഷൻ, തമിഴ് തൊഴിലാളികളുടെ റിഹാബിലിറ്റേഷൻ പ്ലാന്റേഷനിലെ യൂണിയൻ്റെ ഭാരവാഹി എന്നുള്ള രീതിയിൽ ദീർഘനാൾ അദ്ദേഹം പ്രവർത്തിച്ച് വരികയായിരുന്നു. അങ്ങനെ പ്രവർത്തിക്കുന്നിടയിലാണ് കുളത്തൂപ്പുഴ സംയുക്ത ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറിയായും മോഹൻ പ്രവർത്തിച്ചത്. അങ്ങനെ മോഹൻ പ്രവർത്തിക്കാത്ത മേഖലകൾ യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചില്ല. 75 വയസ്സായിരുന്നു. ചൊവ്വാഴ്ച രാവിലെ CPI പുനലൂർ മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിനെത്തിച്ച ഭൗതിക ശരീരത്തിൽ CPI നേതാക്കളും പ്രവർത്തകരും അന്തിമോപചാരം അർപ്പിച്ചു. പുനലൂർ ശിവൻകോവിലിന് സമീപത്തെ വസതിയിലാണ് സംസ്കാരം നടത്തിയത്. പരേതയായ ശശികലയാണ് ഭാര്യ. രേഖ M. നായർ, രശ്മി N. നായർ മക്കളാണ്. ബാബുക്കുട്ടനാണ് മരുമകൻ. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. നിലമ്പൂരിൽ UDF ജയിക്കുമെന്നും അവിടെ മത്സരം UDF-ഉം LDF-ഉം തമ്മിലാണെന്നും കോൺഗ്രസ് നേതാവ് K. മുരളീധരൻ പറഞ്ഞു. അൻവർ മത്സരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഇഷ്ടമാണെന്നും മുരളീധരൻ കൊല്ലത്ത് പറഞ്ഞു. തൃശൂർ പൂരം കലങ്ങിയതല്ല കലക്കിയതാണെന്നും അദ്ദേഹം ആരോപിച്ചു. നിലമ്പൂരിൽ UDF ജയിക്കുമെന്നും അവിടെ മത്സരം UDF-ഉം LDF-ഉം തമ്മിലാണെന്നും കോൺഗ്രസ് നേതാവ് K. മുരളീധരൻ പറഞ്ഞു. അൻവർ മത്സരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഇഷ്ടമാണെന്നും മുരളീധരൻ കൊല്ലത്ത് പറഞ്ഞു. അൻവർ മത്സരിക്കാതിരിക്കുകയോ ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ഇഷ്ടം. ഇവിടെ അതൊരു പ്രശ്നമല്ല. നിലമ്പൂരിൽ മത്സരം UDF LDF ആയിട്ടാണ്. അത് ഞങ്ങൾ നല്ല മാർജിൻ ഞങ്ങൾ ജയിക്കും. അതുകൊണ്ട് ബാക്കി ആര് മത്സരിക്കുന്നത് അത് അവരുടെ ഇഷ്ടം. തൃശൂർ പൂരം കലക്കിയ സംഭവം നടന്ന ദിവസം ഉറങ്ങിപ്പോയി എന്നാണ് MR അജിത് കുമാർ പറഞ്ഞത്. അതിനർത്ഥം പൂരം കലക്കിയതാണ് എന്നാണ്. സുനിൽകുമാറിന് കിട്ടേണ്ട വോട്ടുകളാണ് BJPക്ക് പോയതെന്നും മുരളീധരൻ പറഞ്ഞു. വോട്ട് BJPക്ക് മറിച്ചു കൊടുത്തത് മുഖ്യമന്ത്രിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അജിത് കുമാറിന്റെ ഒരു മൊഴിയുടെ ഇതെന്ന് പത്രത്തിൽ വന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു ഉറങ്ങിപ്പോയിന്ന. മന്ത്രി പറഞ്ഞ് അദ്ദേഹത്തെ വിളിച്ചു നോക്കി കിട്ടിയില്ല. അജിത് കുമാർ ഞാൻ ഉറങ്ങിപ്പോയി. ഇത്രയും പ്രധാനപ്പെട്ട ഒരു പൂരം നടക്കുമ്പോ ഇത്ര ഉറക്കം രാത്രി വരികയാണെങ്കിൽ അതിന്റെ അർത്ഥം കലക്കിയതാണ്. അതാണ് KC വേണുഗോപാല് മലപ്പുറത്ത് പറഞ്ഞത്. ചതി ചെയ്ത് പിണറായിയാണെന്ന് പറഞ്ഞു. സ്വന്തം മന്ത്രിസഭയിലെ സഹപ്രവർത്തകനായിരുന്ന VS സുനിൽകുമാറിനെ ചതിയിലൂടെ ആ വോട്ട് BJPക്ക് മറച്ചു കൊടുത്ത മുഖ്യമന്ത്രിയാണ്. അജിത് കുമാറിന്റെ സ്റ്റേറ്റ്മെന്റോടുകൂടെ ആ സത്യം പുറത്തു വന്നു. CPM-ന്റെ വോട്ടുകൾ BJPക്ക് പോയി. കോൺഗ്രസിന്റെ ചില വോട്ടുകൾ LDF-ലേക്കും പോയിട്ടുണ്ടെന്നും മുരളീധരൻ പറഞ്ഞു. കോൺഗ്രസിന്റെ വോട്ടുകൾ കുറച്ച് വോട്ട് LDF-ലേക്ക് പോയിട്ടുണ്ട്. LDF-ലേക്ക് കുറച്ച് വോട്ട് പോയിട്ടുണ്ട്. അല്ല, LDF-ലേക്ക് കുറച്ച് വോട്ട് പോയിട്ടുണ്ട്. അല്ല, LDF-ലേക്ക് കുറച്ച് വോട്ട് പോയി. പക്ഷേ കൂടുതൽ വോട്ടുകൾ CPM-ന്റെ വോട്ടുകൾ BJPക്ക്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. വിവാഹ വാഗ്ദാനം നൽകി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചു. സംഭവത്തിൽ യുവാവ് അറസ്റ്റിൽ. പള്ളിമൺ കിഴക്കേക്കര ദീപു നിവാസിൽ ദീപക്കാണ് പുയപ്പള്ളി പോലീസിന്റെ പിടിയിലായത്.
വിവാഹ വാഗ്ദാനം നൽകി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ യുവാവിനെയാണ് പൂയപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത്. പള്ളിമൺ കിഴക്കേക്കര ദീപു നിവാസിൽ ദീപക്കാണ് പിടിയിലായത്. മൈക്ക് ഓപ്പറേറ്ററായി ജോലി ചെയ്തു വരുന്ന ദീപക് ഇൻസ്റ്റഗ്രാം വഴി പെൺകുട്ടിയുമായി പരിചയപ്പെടുകയും തുടർന്ന് ഇരുവരും നിരന്തരം ചാറ്റ് ചെയ്യുകയുമായിരുന്നു. അടുപ്പം വളർന്നതിനെ തുടർന്ന് വിവാഹ വാഗ്ദാനം നൽകി പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നു. പെൺകുട്ടിയുടെ സ്വഭാവത്തിൽ സംശയം തോന്നിയ വീട്ടുകാർ പെൺകുട്ടിയെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് പീഡന വിവരം മനസ്സിലാക്കിയത്. തുടർന്ന് വീട്ടുകാർ അംഗൻവാടി പ്രവർത്തകരെ വിവരമറിയിക്കുകയും അംഗൻവാടി പ്രവർത്തകർ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെ വിവരമറിയിക്കുകയായിരുന്നു. CWC പ്രവർത്തകർ പെൺകുട്ടിയെ കൗൺസിലിംഗ് നടത്തിയപ്പോഴാണ് പീഡന വിവരം സ്ഥിരീകരിച്ചത്. തുടർന്ന് CWC പ്രവർത്തകർ പൂയപ്പള്ളി പോലീസിൽ നൽകിയ പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. CI ബിജു STയുടെ നിർദ്ദേശപ്രകാരം SIമാരായ രജനീഷ് മാധവൻ, CPOമാരായ സാബു, അൻവർ, ബിനീഷ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കേരള പുരാണ പാരായണ സംഘടനയുടെ സംസ്ഥാന സ്പെഷ്യൽ കൺവെൻഷനും പ്രയാർ പുരസ്കാര സമർപ്പണവും നടന്നു. സംഘടനാ രക്ഷാധികാരി പ്രയാർ ഗോപാലകൃഷ്ണന്റെ 3ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ചാണ് കൺവെൻഷനും പ്രയാർ പുരസ്കാര സമർപ്പണവും നടത്തിയത്. കേരള പുരാണ പാരായണ സംഘടനയുടെ സംസ്ഥാന സ്പെഷ്യൽ കൺവെൻഷനും പ്രയാർ പുരസ്കാര സമർപ്പണവും നടത്തി. പബ്ലിക് ലൈബ്രറി സരസ്വതി ഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. മുൻ KPCC പ്രസിഡന്റ് K മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. ഇവതിനെ ഏറ്റവും ചർച്ച ചെയ്യുന്നുണ്ട് സനാതന ധർമ്മത്തിനെ പറ്റി. അതെന്താ മോശമാണ്, അവർക്ക് എന്താ സനാതന ധർമ്മം എന്ന് അറിയില്ല. സനാതന ധർമ്മത്തിന് കുഴപ്പമൊന്നുമില്ല, അതൊക്കെ നല്ലത് തന്നെയാണ്, നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള. പക്ഷെ അതിനെ ചില തെറ്റായിട്ട് പിന്നീട് വ്യാഖ്യാനിച്ചു. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാലോ, ബ്രാഹ്മണ്യം എന്ന് പറയുന്നത് മനുഷ്യൻ മറ്റേ വേദങ്ങളും ഉപനിഷത്തുക്കളും എല്ലാം പഠിച്ചാൽ അവന് പൂജ ചെയ്യാൻ അധികാരമുള്ള ബ്രാഹ്മണ്യം കൈവരുന്ന നിയമം. അത് സനാതന ധർമ്മത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. പിന്നെ കുറെ കഴിഞ്ഞപ്പോ എന്താക്കി, ബ്രാഹ്മണൻ മാത്രമേ പൂജ ചെയ്യാവുന്നാക്കി. അത് തെറ്റായി വ്യാഖ്യാനിച്ച. സനാതന ധർമ്മത്തിനല്ല കുഴപ്പം, അതിനെ തെറ്റായിട്ട് വ്യാഖ്യാനിച്ചു. പിന്നീട് ഓരോരുത്തരുടെ പ്രവൃത്തി അനുസരിച്ച് ചാതുർവർണ്ണയുണ്ടായി. പൂജ നടത്തുന്നവരൊക്കെ ബ്രാഹ്മണന്മാർക്ക് മാത്രമേ പൂജ ചെയ്യാൻ പാടുള്ളൂ. കച്ചവടം ചെയ്യുന്നവരൊക്കെ വൈശ്യ വിഭാഗത്തിൽപ്പെടുത്തി. പിന്നെ യുദ്ധം ചെയ്യുന്നവരെ ക്ഷത്രിയ വിഭാഗത്തിൽപ്പെടുത്തി. ഇതിലൊന്നും അല്ലാത്തവരെ ശൂദ്രന്മാരായി ഏറ്റവും താഴെത്തട്ടിൽ ജോലി ചെയ്യുന്നവരാക്കി. ചിലർക്കൊരു ധാരണയുണ്ട്, ശൂദ്രന്മാരെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പിന്നോക്ക വിഭാഗങ്ങളും പട്ടികജാതി വിഭാഗത്തിലൊക്കെയാണ്. അതല്ല, ഇപ്പോഴത്തെ കാലത്തെ നല്ല നായന്മാര് തന്നെയാണ് ശൂദ്രന്മാരുടെ കൂട്ടത്തിൽ പെടുത്തിയിട്ട്. ബാക്കിയുള്ളത് ഈ ഗണത്തിലേ വരുന്നില്ല, ഈ ചാതുർവർണ്ണയത്തിലൊന്നും വരുന്നില്ല. ഈ ഏറ്റവും ഇന്നത്തെ അതുകൊണ്ടാണല്ലോ അവരെ അമ്പലത്തിൽ കയറ്റായിരുന്നുകൊണ്ട് ഈ പേര് പറഞ്ഞു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് തെറ്റായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ പിന്നീട് വന്നു. കേരള പുരാണ പാരായണ സംഘടനാ രക്ഷാധികാരി പ്രയാർ ഗോപാലകൃഷ്ണന്റെ 3ാം ചരമവാർഷികത്തോടനുബന്ധിച്ചാണ് സംഘടനയുടെ സംസ്ഥാന സ്പെഷ്യൽ കൺവെൻഷനും പ്രയാർ പുരസ്കാര സമർപ്പണവും നടത്തിയത്. അവാർഡിന് അർഹനായ AR കൃഷ്ണകുമാർ K മുരളീധരനിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങി. സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് അമ്പാടി സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. CR ആചാര്യ, KC രാജൻ, സൂരജ് രവി, പ്രയാർ ഹരി, ശാന്തനികേതൻ ഗോപാലകൃഷ്ണപിള്ള, അഡ്വക്കേറ്റ് ബേബിസൺ, MR തമ്പാൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കൊല്ലത്ത് RYF പ്രവർത്തകർ DEO ഓഫീസ് ഉപരോധിച്ചു. സമരക്കാർ ഒഴിഞ്ഞുകിടന്ന DEOയുടെ കസേരയിൽ റീത്ത് വെച്ചും പ്രതിഷേധിച്ചു. കൊല്ലത്ത് RYF പ്രവർത്തകർ DEO ഓഫീസ് ഉപരോധിച്ചു. സമരക്കാർ പിന്നീട് ഒഴിഞ്ഞുകിടന്ന DEOയുടെ കസേരയിൽ റീത്ത് വെച്ച് പ്രതിഷേധിച്ചു. കഴിഞ്ഞ 1.5 മാസക്കാലമായി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ കസേര ഒഴിഞ്ഞുകിടക്കുകയാണ്. ഈ കസേരയിലാണ് RYF റീത്ത് വെച്ച് പ്രതിഷേധിച്ചത്. ജൂൺ 2-ന് സ്കൂളുകൾ തുറന്ന പശ്ചാത്തലത്തിലും DEOയുടെ അഭാവം ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് വലിയ ബാധ്യതയായ സാഹചര്യത്തിലാണ് RYFന്റെ നേതൃത്വത്തിൽ ഓഫീസ് ഉപരോധിച്ചത്. പാഠപുസ്തക വിതരണം അവതാളത്തിലാകുകയും കഴിഞ്ഞ കുറെ കാലമായി DEO ഇല്ലാതെയാണ് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന് ഇവർ ആരോപിച്ചു. ഉപരോധ സമരം RYF കൊല്ലം ജില്ലാ സെക്രട്ടറി സുഭാഷ് എസ് കല്ലട ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് F സ്റ്റാലിൻ അധ്യക്ഷത വഹിച്ചു. RYF സംസ്ഥാന കമ്മിറ്റി അംഗം R വൈശാഖ്, PSU ദേശീയ സെക്രട്ടറി ബൽറാം സജീവ്, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം നിതിൻ അപ്പി, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഷാർജു മാമൂഡ്, തൻവീർ താജുദ്ദീൻ, സുധീഷ്, ഹരീഷ് തേവലക്കര, ആര്യാദേവി, ത്രിദീപ് ആശ്രാമം, കാളിദാസൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഓഫീസ് ഉപരോധിച്ച 9 RYF പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. SFI മെമ്പർഷിപ്പ് വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കരുനാഗപ്പള്ളിയിൽ നടത്തി. ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപമാണ് പരിപാടി സംഘടിപ്പിച്ചത്. സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് ഉദ്ഘാടനം ചെയ്തു.
SFI മെമ്പർഷിപ്പ് വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനമാണ് കരുനാഗപ്പള്ളിയിൽ സംഘടിപ്പിച്ചത്. ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം നടത്തിയ പരിപാടി സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് ഉദ്ഘാടനം ചെയ്തു. നിങ്ങളോട് രാഷ്ട്രീയം പറയണ്ട എന്ന് പറയാനുള്ള കാരണം, നിങ്ങൾ രാഷ്ട്രീയം പറയാൻ വന്നാൽ അവിടെ സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയം ഉണ്ടാകും. നിലനിൽക്കുന്ന സമൂഹത്തിനെതിരെയുള്ള പ്രവർത്തനമാണ് പലപ്പോഴും രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഏറ്റവും ഉയർന്ന തോത്. നിലനിൽക്കുന്ന സമൂഹം വലതുപക്ഷ സമൂഹമാണ്. നിലനിൽക്കുന്ന സമൂഹത്തിൽ വർഗീയതയുണ്ട്. നിലനിൽക്കുന്ന സമൂഹത്തിൽ ജാതിയും മതസ്പർദ്ധയുമുണ്ട്. ഇതിനെ ചോദ്യം ചെയ്യുന്ന ഒരു തലമുറയുണ്ടായാൽ അടുത്ത തലമുറയിൽപ്പെട്ട മനുഷ്യർ ഈ നാട്ടിൽ മതേതരവാദികളാവും, മതനിരപേക്ഷവാദികളാവും. നിങ്ങളോട് SFI ആവർത്തിച്ചു പറയുന്നത്, എപ്പോഴും അഭിപ്രായമുള്ളവരായി തീരുക, എപ്പോഴും നിലപാടുള്ളവരായി തീരുക, എപ്പോഴും രാഷ്ട്രീയം ആവർത്തിച്ചു പറയുന്നവരായി തീരുക. എനിക്ക് രാഷ്ട്രീയമുണ്ട് എന്ന് ആവർത്തിച്ചു പറയുന്നിടത്താണ് ഞാനും നിങ്ങളും ലോക മാനവികതയോട്, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരോടും കടപ്പെട്ടവരോടുള്ള രാഷ്ട്രീയത്തോട്, അവരോടുള്ള താതാത്മ്യപ്പെടലോട്, അവരോടുള്ള സമരോത്സുകമായിട്ടുള്ള മുദ്രാവാക്യത്തിന്റെ ആലേഖനങ്ങളോട് നമ്മൾ കൂടെ ചേർന്ന് നിൽക്കുന്നത്. ഇബനു ഹാരിസ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആര്യപ്രസാദ്, ജില്ലാ പ്രസിഡന്റ് ആദർശ്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സുമി, കാർത്തിക്, ആരോമൽ പുനലൂർ തുടങ്ങിയവർ പങ്കെടുത്തു. വിദ്യാഭ്യാസ മേഖലയ്ക്കകത്ത് പോലും ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന വിവിധ വിഷയങ്ങളെ പറ്റി, നമ്മുടെ രാജ്യത്തുടനീളം നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെ പറ്റിയെല്ലാം സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ വിശദമായി സംസാരിച്ചു പോവുകയുണ്ടായി. നമുക്കറിയാം, നാം പഠിച്ചു വന്ന ചരിത്രത്തെ ഉൾപ്പെടെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങൾ ഈ കാലയളവിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ജില്ലാ സെക്രട്ടറി കാർത്തിക് ആനന്ദ് സ്വാഗതവും ഏരിയ സെക്രട്ടറി സുധീന്ദ്രനാഥ് നന്ദിയും പറഞ്ഞു. ബോക്സിംഗ് താരം ഫൈസലിന് മെമ്പർഷിപ്പ് കൈമാറിയാണ് സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. 20 വർഷം ചുമട്ടുതൊഴിലാളിയായി ജീവിതം. ജോലിയിൽ നിന്നും വിരമിച്ചപ്പോൾ സഹപ്രവർത്തകർ ഉൾപ്പെടെ നൽകിയത് സ്നേഹനിർഭരവും വൈകാരികവുമായ യാത്രയയപ്പ്. വിയർപ്പ് തുന്നിയിട്ട കുപ്പായമെന്ന് തൊഴിലാളിയെ വിശേഷിപ്പിച്ച് MLA. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ വീട്ടിലേക്ക്. തൊടിയൂർ വെളുത്തമണലിലാണ് INTUCയുടെ നേതൃത്വത്തിൽ വ്യത്യസ്തമായ യാത്രയയപ്പ് ചുമട്ടുതൊഴിലാളിക്ക് നൽകിയത്. കൊയിലോൺ ഹെഡ്ലോഡ് ജനറൽ വർക്കേഴ്സ് അസോസിയേഷൻ INTUCയുടെ വെളുത്തമണൽ യൂണിറ്റിൽ 20 വർഷം ചുമട്ടുതൊഴിലാളിയായി സേവനം പൂർത്തിയാക്കിയ ഇസ്മയിൽ കുട്ടിക്കാണ് വൈകാരികമായ യാത്രയയപ്പ് നൽകിയത്. സഹപ്രവർത്തകർ സ്നേഹാദരങ്ങൾ കൊണ്ട് ഇസ്മയിൽ കുട്ടിയെ വീർപ്പ് മുട്ടിച്ചു. CR മഹേഷ് MLA ആകട്ടെ സ്നേഹനിർഭരമായി ആലിംഗനം ചെയ്തു. വിതുമ്പിയ കണ്ണുമായി MLAയോട് ചേർന്നു നിന്നു ഇസ്മയിൽ കുട്ടി. വിയർപ്പ് തുന്നിയിട്ട കുപ്പായമെന്ന തൊഴിലാളിയെ MLA വിശേഷിപ്പിച്ചു. വിയർപ്പ് തുന്നിയിട്ട കുപ്പായം എന്ന് ഈ കാലഘട്ടത്തിലെ കവി വേടന്റെ ഭാഷയിൽ പറഞ്ഞാൽ, വെയിലുകൊള്ളുന്ന, മഴ കൊള്ളുന്ന, ഭാരം ചുമക്കുന്ന ഒരു ചുമട്ട് തൊഴിലാളി തന്റെ നന്നായിട്ട് ആരോഗ്യമുള്ള സമയത്ത് ചെറുപ്പത്തിൽ ഈ വെളുത്തമണൽ ചന്തയിൽ വരികയും വളരെ വർഷക്കാലമായി ഇവിടുത്തെ മുഴുവൻ ആളുകളോടും ഒപ്പം ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയും കുടുംബം പോറ്റാൻ കിലോ കണക്കിന് ഭാരമുള്ള വലിയ തൂക്കം ഭാരം ചുമന്ന് ഇപ്പോൾ അദ്ദേഹം ചുമട്ടുതൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ, സർക്കാരിന്റെ ക്ഷേമനിധി ബോർഡിൽ ചേർന്ന് അതിനുശേഷം ഇന്ന് അദ്ദേഹം പെൻഷനാകുന്ന ഒരു സമയമാണ്. ഈ നാടിനെ നന്മയുള്ളതാക്കി മാറ്റിയതിൽ, ഈ നാടിനെ ഐക്യപ്പെടുത്തിയതിൽ, ഈ നാടിനെ സജീവമാക്കുന്നത് ഈ ചുമട്ടുതൊഴിലാളികളും പാവപ്പെട്ട ഓട്ടോറിക്ഷ തൊഴിലാളികളും ഈ നാട്ടിൻപുറത്തെ കച്ചവട വ്യാപാരി വ്യവസായി സുഹൃത്തുക്കളുമാണ്. അതുകൊണ്ടാണ് വ്യാപാരി വ്യവസായിയുടെ നേതാവ് ഉൾപ്പെടെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. മാത്രമല്ല, ഏറ്റവും വലിയ അംഗീകാരം ചുമട്ടുതൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ തന്നെ യാത്രയയപ്പിന് പങ്കെടുക്കുകയാണ്. 20 വർഷത്തെ സേവനം പൂർത്തിയാക്കി മടങ്ങുമ്പോൾ പൊന്നാടയും മൊമെന്റോയും നൽകി സഹപ്രവർത്തകരും വ്യാപാരികളും സ്നേഹനിർഭരമായ യാത്രയയപ്പാണ് ഇസ്മയിൽ കുട്ടിക്ക് നൽകിയത്. എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് തൊഴിലാളികൾ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ഇസ്മയിൽ കുട്ടിയെ യാത്രയാക്കി. വീടുവരെ വാദ്യമേളങ്ങളും ഒപ്പം സഹപ്രവർത്തകരും അനുഗമിച്ചു. ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാകാം ഒരു ചുമട്ട് തൊഴിലാളിക്ക് സഹപ്രവർത്തകർ വ്യത്യസ്തമായ യാത്രയയപ്പ് നൽകുന്നത്. ഇത് വേറിട്ട ചരിത്രം തന്നെയാണെന്ന് MLAയും ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഇതിലെ പോകുമ്പോൾ ഈ ചായക്കടയിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇസ്മയിലോട്ടേക്ക് വന്ന് എന്നോട് പറയുന്നത്, മഹേഷ്, ഞാൻ പെൻഷൻ ആവുകയാണ്. അപ്പം എനിക്കറിയില്ലായിരുന്നു. ഞാൻ വിചാരിച്ചത് ഈ പെൻഷൻ ആവുക എന്ന് പറഞ്ഞാൽ സർക്കാർ ഉദ്യോഗസ്ഥരാണ്, ഇപ്പൊ എല്ലാവരും പെൻഷൻ ആകുന്ന ഒരു കാലമാണ്. അപ്പൊ എനിക്ക് അത്ഭുതമായി. ഞാൻ പെൻഷൻ ആവുന്നു എന്ന് പറഞ്ഞപ്പോ എനിക്ക് അത്ഭുതം. എനിക്കറിയില്ലായിരുന്നല്ലോ ചുമട്ടുതൊഴിലാളി പെൻഷൻ ആവും. അവൻ പറഞ്ഞ ക്ഷേമനിധിയിൽ നിന്ന് പെൻഷൻ ആവും, എനിക്ക് ഇനി 3-ാം തീയതി മുതൽ ഇവിടെ ചുമടെടുക്കാൻ പറ്റില്ല, ഞാൻ ഈ ജോലിയിൽ നിന്ന് വിരമിക്കുക. വെളുത്തമണലിൽ നടത്തിയ
യാത്രയയപ്പ് സമ്മേളനം CR മഹേഷ് MLA ആണ് ഉദ്ഘാടനം ചെയ്തത്. കൊയിലോൺ ഹെഡ്ലോഡ് ജനറൽ വർക്കേഴ്സ് അസോസിയേഷൻ INTUC ജനറൽ സെക്രട്ടറി AA അസീസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ചുമട്ടുതൊഴിലാളി ക്ഷേമനിധി ഓഫീസർ ഷാജി, INTUC നേതാക്കളായ ടി തങ്കച്ചൻ, അഡ്വക്കേറ്റ് KA ജവാദ, നിജാം ബിഷി, ഷംസുദ്ദീൻ, ഷാനി ചോളൂർ, RSP നേതാവ് സൈനുദ്ദീൻ കുഞ്ഞ്, യൂണിറ്റ് INTUC ഭാരവാഹികളായ നൌഷാദ്, പൂക്കുഞ്ഞ്, ഗോപാലകൃഷ്ണൻ, ഇസാഖ് തുടങ്ങിയവർ, വ്യാപാര പ്രതിനിധികൾ, തൊഴിലാളി പ്രതിനിധികൾ എല്ലാവരും ഒരുപോലെ നിന്നായിരുന്നു യാത്രയെ ഒരുക്കിയത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പ്രധാന വാർത്തകൾ വീണ്ടും. കൊല്ലം ഡീസൽ ജംഗ്ഷൻ സർവീസ് സഹകരണ ബാങ്കിൽ ക്രമക്കേടെന്ന് പരാതി. ജീവനക്കാർ പ്രസിഡന്റിനെയും ആരോപണ വിധേയരായ ഭരണസമിതി അംഗങ്ങളെയും ഉപരോധിച്ചു. ബാങ്ക് മിനിറ്റ്സിൽ ക്രമക്കേട് നടത്തിയതായും ആക്ഷേപം. വിദ്യാഭ്യാസ ഓഫീസറില്ല. കൊല്ലത്ത് RYF പ്രവർത്തകർ DE ഓഫീസ് ഉപരോധിച്ചു. ഒഴിഞ്ഞുകിടന്ന DEOയുടെ കസേരയിൽ റീത്ത് വെച്ചും പ്രതിഷേധം. വർഷങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമാകുന്നു. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ഹൃദ്രോഗ ചികിത്സയ്ക്ക് വഴി തുറക്കുന്നു. ആശുപത്രിയിൽ കാത്ത് ലാബ് സ്ഥാപിക്കാൻ 7 കോടി രൂപ അനുവദിച്ചു. എത്രയും വേഗം തുടർ നടപടി ആരംഭിക്കുമെന്ന് MLA. പുനലൂർ ശ്രീരാമവർമ്മപുരം മാർക്കറ്റിലെ ആധുനിക അറവുശാല. ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം. 18 മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാകുമെന്ന് ഇൻഫാക്ട് കേരള. അടങ്കൽ തുക 14 കോടി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.